ഗൈസ് കറ്റാർ വാഴ എടുത്ത് അതിൽ തേനൊക്കെ ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നു. ഇനിയെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ആയിട്ട് നമ്മളൊരു 2 കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ വെച്ച് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ജാറിലോട്ട് ഈ ഒരു കറ്റാർ വാഴയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഗൈസ് അതിന് മുമ്പ് വീഡിയോ ആരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? പിന്നെ ഗൈസ് നമുക്കിനി വളരെ കുറച്ച് സബ്സ്ക്രൈബും കൂടെ ഉണ്ടെങ്കിൽ 1 മില്യൺ സബ്സ്ക്രൈബ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് 2 കറ്റാർ വാഴയുടെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ് ഇനി നമ്മൾ 1 സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തണുത്ത വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല വൃത്തി ഒന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയിട്ട് നല്ല വൃത്തി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നല്ല വൃത്തിയെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗൈസ് ഇനി ഇതിലോട്ട് നമുക്കിനി ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ ജ്യൂസ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പോൾ സംഭവം വിചാരിച്ച പോലെയല്ല ഗൈസ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്.